ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനുള്ളത് ഏട്ടൻ്റെ ഓഫീസിലാണ്. ഒരു ഡ്രസ്സ് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. എനിക്കല്ല, മോൾക്കാണ്. ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഏട്ടനെ കൈയോടെ കൂട്ടാമെന്ന് വിചാരിച്ച്. നവരാത്രി ടൈം ആയതുകൊണ്ട് തന്നെ ഓഫീസ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റും ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ടൈം അവിടെയും ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര വലിയ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ക്ലോത്ത്സും ഇവിടെ ഭയങ്കര അഫോർഡബിളിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാനിവിടുന്ന് ഓൾറെഡി ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ വന്നത് മോൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആളുടെ വിദ്യാരംഭമാണ്. അതുകൊണ്ട് നല്ലൊരു കസവിൻ്റെ ഉടുപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഉടുപ്പിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഉടുപ്പൊക്കെ ഇവരിവിടുന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ആൻഡ് കുഞ്ഞു ഉടുപ്പ് തൊട്ട് വലിയ വലിയ നല്ല കസവിൻ്റെ ഉടുപ്പുകളും സ്കേർട്ടും താവണിയും എല്ലാം ഉണ്ട്. ആൻഡ് നല്ല കളക്ഷൻസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് പിന്നെ മോക്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നതും. അത് മാത്രമല്ല, നല്ല ചുരിദാർ സെറ്റുകളും നല്ല ടോപ്പുകളും എല്ലാം ഉണ്ട്. പിന്നെ കിഡ്സിൻ്റെ ഉടുപ്പിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒരു 500-600 റുപ്പീസ് മാത്രം വരുന്ന നല്ല ഉടുപ്പുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ. ദെൻ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന വളരെ ലൈറ്റ് സാരീസും ബ്ലൗസും ഒക്കെ ഉണ്ട്. അങ്ങനെ മോൾക്കുള്ള ഡ്രസ്സും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ഒരു ചായ കുടിക്കാനാണ്. വൈകുന്നേരത്തെ ചായ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധമാണ്. ഇഷ്ടമാണ് രാത്രിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടൊരു ചായ കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വെജ് ഐറ്റംസ് മാത്രമാണ് കഴിക്കുന്നത്. അറിയാലോ, വിദ്യാരംഭമൊക്കെ അടുപ്പിച്ച് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ നോൺ വെജൊക്കെ കാണുമ്പം കുറച്ചൊരു ക്രേവിങ് സൈഡിലേക്ക് അങ്ങനെ മാറിപ്പോകുന്നുണ്ട് ഞങ്ങളിങ്ങനെ ആയതുകൊണ്ടാണോന്നറിയില്ല. ഓളും ഇതുപോലെ തന്നെ ചായ കുടിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എവിടെയെങ്കിലും പോയാൽ അവൾക്കും ചായയൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പപ്സും കട്ട്ലറ്റുമാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, രണ്ടും വെജ് തന്നെ. ഇനി കഴിക്കുക, നേരെ വീട്ടിലേക്ക് പോവുക. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.